ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ് ടൈം. ദീപാവലിയായിട്ട് ഒരു മധുരം കഴിച്ചില്ലെങ്കിൽ പിന്നെ എന്താണല്ലേ. അപ്പോൾ നമ്മളിന്ന് ഒരു അടിപൊളി മധുര പലഹാരമാണ് ഉണ്ടാക്കുന്നത്. സ്വാദേറും മാൽപ്പുവാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഉത്തരേന്ത്യൻ സൈഡിൽ ദീപാവലിക്ക് ഇതേപോലെ ആഘോഷങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു മധുര പലഹാരമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യമേ തന്നെ ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ സോഡാപ്പൊടി, 1/2 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂൺ ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് കലക്കി വയ്ക്കുക. ഇനി മറ്റൊരു ബൗളിലേക്ക് കുറച്ച് കുങ്കുമപ്പൂവും 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഒരു വലിയ ബൗളെടുക്കുക. അതിലേക്ക് 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ റവ, 2 ടേബിൾ സ്പൂൺ തൈര്, 1/2 ടിന്ന് മിൽക്ക് മെയ്ഡ് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിൻ്റെ അളവുകളെല്ലാം ഈ ഒരു അളവിലെടുത്താലാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള മാൽപ്പുവ കിട്ടുന്നത് കേട്ടോ. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, പിന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ചിരുന്ന കുങ്കുമപ്പൂവിൻ്റെ ആ മിശ്രിതം, പിന്നെ നമ്മൾ ആദ്യമേ കലക്കി വെച്ചിരുന്ന സോഡാപ്പൊടിയുടെ ആ ഒരു മിശ്രിതം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. 1 പിഞ്ച് ഉപ്പൂടെ ചേർക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ഈ മാവിന് വേണ്ടത് കേട്ടോ. ഒരു ദോശമാവ് പോലെയുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. തീരെ അങ്ങ് ലൂസായി പോകരുത്. നമുക്കിനി ഒരു അരമണിക്കൂർ അടച്ചു വയ്ക്കാം. ഇനി നമുക്ക് പഞ്ചസാര സിറപ്പ് എടുക്കാം. 1 കപ്പ് വെള്ളം, അതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര, ഇതാണ് അളവ് കേട്ടോ. അപ്പോൾ ഞാനത് ഗ്യാസിൽ വെച്ച് നന്നായിട്ട് പഞ്ചസാര മെൽറ്റായി വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കുക. അതിലേക്ക് 1 പിഞ്ച് കുങ്കുമപ്പൂവും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നന്നായിട്ട് ചൂടായി വരുമ്പോൾ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഗ്യാസ് വയ്ക്കാം. അതിലേക്ക് നമുക്ക് ഒരു കയ്യിൽ ഈ മാവ് കോരി ഒഴിക്കുക. കോരി ഒഴിച്ചപ്പോൾ തന്നെ നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഈ എണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് വീർത്ത് വരും. എന്നിട്ട് തിരിച്ചിടുക. ഇതേപോലെ നല്ലൊരു കളറായിട്ട് വരും. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാവുന്നതാണ് കേട്ടോ. ഇത് നേരെ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര ലായനിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ചൂടോടുകൂടി തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നന്നായിട്ട് പഞ്ചസാര മുക്കിയതിന് ശേഷം നമുക്ക് അപ്പോൾ തന്നെ അത് മാറ്റാം. ഇതേപോലെ മറ്റുള്ള മാവും നമുക്കിതേപോലെ ചുടുക. ചൂടോടുകൂടി തന്നെ നമ്മൾ വറുത്തെടുക്കുമ്പോൾ തന്നെ നമ്മളിത് ഷുഗർ സിറപ്പിലേക്ക് ഇടാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് തിരിച്ചിങ്ങനെ ഇടുക. ഇത്രയേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്വാദാണ്. അപ്പോൾ കൂടുതലായിട്ടും ഇത് ഉത്തരേന്ത്യൻ സൈഡിലാണ് ഈ ഒരു മാൽപ്പുവ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിച്ചിട്ടില്ലാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാനും സാധിക്കും. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യിൽ ഞാൻ പിസ്ത ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഒന്ന് വറുത്തിടുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ ഈ ഗുലാബ് ജാമുനൊക്കെ പോലെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. നല്ല മധുര ഊറി നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ പ്രാവശ്യം ദീപാവലിക്ക് കഴിച്ചിട്ടില്ലാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.